വരിക വരിക സഹചരി വലിയ സഹന സമരമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽനടയ്ക്കു പോകണം. ഉപ്പു നാം കുറുക്കിലും ആരു വന്നെതിർക്കിലും അല്പവും കൊടുത്തിടാതെ കോപിയാതെ നിൽക്കണം. അംഷി നാരായണ പിള്ളയുടെ വരികളാണ് മിസ് ഇവിടെ പാടിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഈ ഒരു വരികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് വളരെയധികം ജനങ്ങൾക്ക് ആവേശം പകരുന്ന രീതിയിലുള്ള വരികളായിരുന്നു. ഇന്ന് നമ്മൾ ഒരുപാട് സിനിമകളിലും മറ്റും, അതായത് നമ്മളിപ്പോൾ ലൂസിഫർ പോലുള്ള ഒരുപാട് സിനിമകളിൽ എന്താണ് ഈ വരികൾ എന്താണ് അവർ കടമെടുത്തിട്ടുള്ളത് നമുക്ക് കാണല്ലേ. അപ്പൊ തന്നെ എൻ്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന വരികളാണ് ഇവയെന്ന്. അപ്പൊ മിസ് ഇന്ന് നിങ്ങൾക്കായിട്ട് പറയാൻ പോകുന്നതും ഉപ്പിനെ കുറിച്ചുള്ള ഒരു കഥയാണ്. ഈ ഒരു തംബ്നെയിൽ കണ്ട സമയത്ത് മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഉപ്പ് ഒരു സാമ്രാജ്യത്തെ പിടിച്ചു കുലുക്കിയിട്ടുള്ളതെന്ന്. നമുക്കറിയാം മക്കളെ, ബ്രിട്ടീഷുകാരുടെ ഒരുപാട് തരത്തിലുള്ള പീഡനങ്ങളും ഒരുപാട് തരത്തിലുള്ള അടിച്ചമർത്തലുകൾക്ക് നമ്മൾ വിധേയമായിട്ടുണ്ട് അല്ലേ. പല തരത്തിൽ നമ്മൾ പല തന്ത്രങ്ങളും പ്രയോഗിച്ചിട്ട് പോലും ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ നിന്ന് പോകാൻ തയ്യാറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത്രയും വലിയൊരു സാമ്രാജ്യത്തെ പിടിച്ചു കൊൽക്കാൻ ഉപ്പിന് സാധിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ ഉപ്പ് എന്ന് പറയുന്ന സമയത്ത് ഒരു കേവലം ചെറുതാണെന്ന് തോന്നും. പക്ഷെ ചില പ്രയോഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഉപ്പിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന്. നമ്മൾ മക്കളെ പറയില്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയില്ലേ, അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കല്ലേ ഉപ്പിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന്. നമ്മുടെ മഹാത്മാഗാന്ധിജി ആവിഷ്കരിച്ച ഒരു സത്യാഗ്രഹമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മുടെ ഗാന്ധിജി ഉപ്പിനെ ഒരു പ്രതീകമായിക്കൊണ്ട് അല്ലെങ്കിൽ ഉപ്പ് എന്ന് പറഞ്ഞൊരു കാര്യത്തെ എടുത്തുകൊണ്ട് ഒരു സത്യാഗ്രഹത്തിലേക്ക് വന്നിട്ടുള്ളത്? വേറെ എന്ത് ഗാന്ധിജി സ്വീകരിച്ചാലും സമൂഹത്തിൽ എന്താണ് രണ്ടഭിപ്രായം പറയുന്ന ആളുകൾ ഉണ്ടാവും. ഇപ്പോഴും മക്കളെ അങ്ങനെ തന്നെയല്ലേ. ഏതൊരു കാര്യത്തിനായാലും രണ്ടഭിപ്രായം പറയുന്ന ഒരുപാട് ജനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഉപ്പിന്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് മക്കളെ അങ്ങനെ ഉണ്ടാകില്ല. എന്തുകൊണ്ടാണ്? പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒന്നാണ് എന്താ ഉപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എൻ്റെ മക്കളെ മനസ്സിലുണ്ടാവും പഞ്ചസാര മിസ്സേ പ്രധാനപ്പെട്ടോന്നല്ലേ. പഞ്ചസാരയും പ്രധാനപ്പെട്ടതാ, പക്ഷെ ഉപ്പിനോളം പ്രാധാന്യം എന്താണ് ഉപ്പിന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നിനും എന്താ അത്രത്തോളം പ്രാധാന്യമില്ല. അതുകൊണ്ട് തന്നെയാണ് എന്താ നമ്മുടെ ഗാന്ധിജി, മഹാത്മാഗാന്ധിജി ഉപ്പിനെ എന്താണ് ഒരു സമരമാർഗമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ നോക്കിക്കേ, ഒരു പിഞ്ച് ഓഫ് സോൾട്ട്, ഒരു ചെറിയൊരു ഉപ്പ് അല്ലെങ്കിൽ എന്താ ഒരു നുള്ളു ഉപ്പ് എങ്ങനെയാണ് ഒരു സാമ്രാജ്യത്തെ പിടിച്ചു കുൽക്കുന്നത് എന്ന് നമ്മൾ നോക്കാൻ പോവുകയാട്ടോ. എൻ്റെ മക്കൾ ഇവിടെ നോക്കിക്കേ, the Congress section held at Lahore in 1929 decided to launch civil disobedience movement under the leadership of Gandhiji. എന്താ മക്കളെ, 1929 ലാഹോറിൽ വെച്ചിട്ട് കോൺഗ്രസിന്റെ ഒരു സമ്മേളനം, ഒരു സെഷൻ നടക്കുകയാണ് കേട്ടോ. ഈ ഒരു സെഷനിൽ വെച്ചിട്ട് അവർ തീരുമാനിക്കുകയാണ് സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ്? സിവിൽ നിയമലംഘനം. അതായത് ബ്രിട്ടീഷുകാർ എന്ത് പറയുന്നു അതൊന്നും നമ്മൾ കേൾക്കുന്നില്ല. ബ്രിട്ടീഷുകാർ എന്ത് പറയുന്നു അതൊന്നും നമ്മൾ കേൾക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? എന്താണോ നമ്മുടെ ഇന്ത്യക്കാർക്ക് വേണ്ടത് അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പം ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തിന്? നമ്മുടെ ഉപ്പിൽ പോലും എന്താണ് കൂടുതൽ എന്താ ടാക്സ് അവർ ചുമത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളെ കടൽ തീരത്ത് എന്താ സുലഭമായി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു, ചീപ്പായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ഉപ്പിന് പോലും സോൾട്ടിന് പോലും എന്താണ് ആ ഒരു ഹൈ ടാക്സ് എന്താ ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഗാന്ധിജി തീരുമാനിക്കുകയാണ് ഈ ഒരു സിവിൽ നിയമലംഘന മൂവ്മെന്റ് അഥവാ സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എന്തിലൂടെയാവണം? ഒരു നിയമം എന്താണ് അത് തെറ്റിച്ചുകൊണ്ട്, അതായത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു നിയമം തെറ്റിച്ചുകൊണ്ടാവണമെന്ന് ഗാന്ധിജി തീരുമാനിച്ചു. അതിനായി ഗാന്ധിജി എന്താണ് എടുത്തിട്ടുണ്ടായിരുന്നത്? സോൾട്ട് നിയമം, അതായത് സോൾട്ട് ടാക്സ് ആയിരുന്നു. അതായത് ഉപ്പിന് നമ്മൾ ടാക്സ് കൊടുക്കണം എന്നുള്ള നിയമം എന്താ ഗാന്ധിജി തെറ്റിക്കാൻ തീരുമാനിച്ചു. അപ്പൊ എന്താ ഇവിടെ നടക്കുന്നതെന്നാ പറയുന്നത്? നോക്കിക്കേ, ദ എയിം ഓഫ് ദ മൂവ്മെന്റ്. എന്തിനാണ് ഇത്തരത്തിലൊരു സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? എന്താണ് അവരുടെ ആഗ്രഹം? നമ്മുടെ ബ്രിട്ടീഷുകാർ എന്തു പറയുന്നു അതൊക്കെ ഡിസൊബേ ചെയ്യാൻ, അതൊന്നും അനുസരിക്കുന്നില്ല. എന്താണോ നമ്മുടെ ഇന്ത്യക്കാർക്ക് വേണ്ടത് അത് മാത്രം മതി. ആർക്ക്? നമ്മുടെ ഇന്ത്യക്കാർക്ക് അല്ലേ. ബ്രിട്ടീഷുകാർ മുഴുവൻ പറയുന്നത് നമ്മൾ കേട്ട് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലേ. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഉപ്പിനെ ഒരു സ്ട്രോങ് വെപ്പണായിട്ട്, ഒരു വലിയൊരു ആയുധമായിട്ട് ആര് നമ്മുടെ ഗാന്ധിജി കണ്ടിട്ട് നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം ഗാന്ധിജി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഗാന്ധിജി പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഒന്നുകിൽ ലക്ഷ്യം നേടി തിരിച്ചു വരും, ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, അല്ലെങ്കിൽ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന ചെയ്യും. അതായത്
എന്താണ് അത്രത്തോളം എന്താ മക്കളെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഗാന്ധിജി ഈ ഒരു സമരത്തിന്. അതുകൊണ്ടാണ് എന്താ ഒന്നുകിലും ഞാൻ ലക്ഷ്യം നേടിയിട്ടായിരിക്കാം തിരിച്ചു വരിക, അല്ലെങ്കിൽ എന്താ എൻ്റെ ജഡം ഞാൻ സമുദ്രത്തിന് സംഭാവന ചെയ്യും. സമുദ്രത്തിനാലേ നമ്മൾ ഉപ്പ് കുറുക്കിയെടുക്കുന്നത്. അതെന്താ നടന്നിട്ടില്ലെങ്കിൽ, അതിൽ പരാജയപ്പെടുകയാണെങ്കിൽ എൻ്റെ ജഡം എന്താ ഞാൻ സമുദ്രത്തിന് സംഭാവന ചെയ്യുന്നു. ആര് പറഞ്ഞു? നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞു. അങ്ങനെ നോക്കിക്കേ ഇവരെങ്ങോട്ടാ മക്കളെ പോകുന്നതെന്നുള്ളത്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ, അതായത് ഗാന്ധിജീനെ വിശ്വസിച്ചിട്ട് ഒരു 78 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ട്രസ്റ്റഡ് ആയ വളണ്ടിയേഴ്സ് ആയിരുന്നു. അവരെന്താ ഗാന്ധിജി പറയുന്നതൊക്കെ വിശ്വസിച്ച് അവരെ സ്വമേധയാ എന്താണ് ഒരുപാട് വളണ്ടിയേഴ്സ് എന്താ നമ്മുടെ ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരും കൂടെ എന്താണ് നമ്മുടെ ദണ്ഡി കഥപ്പുറത്തേക്ക്, അതായത് ദണ്ഡി കഥപ്പുറത്തേക്ക് അവർ പോവുകയാണ് കേട്ടോ. എവിടുന്നാണ്? അദ്ദേഹത്തിന് സബർമതി ആശ്രമത്തിൽ നിന്നാണ് അവർ യാത്ര തുടങ്ങുന്നത്. അവരെന്താ കാൽനടയായിട്ടാട്ടോ നടക്കുന്നത്. കാൽനടയായിട്ട് ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ട് അവരെപ്പോഴാണ് 1930 ഏപ്രിൽ 6 എന്താണ് നമ്മുടെ ദണ്ഡി കടപ്പുറത്ത് എത്തുകയാണ്. അവിടെ വെച്ചിട്ട് എന്താണ് ഗാന്ധിജി നമ്മുടെ കടൽക്കരയിൽ നിന്ന് ഒരു കൈ നിറച്ച് ഉപ്പ് വാരിക്കൊണ്ട് എന്താണ് സിവിൽ നിയമലംഘനത്തിന്റെ ലോഞ്ച്, ആ ഒരു സിവിൽ നിയമലംഘനം അവർ സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ടാക്സ്, അതായത് എന്ത് നിയമമാണോ ബ്രിട്ടീഷുകാർ ചെയ്യാൻ പാടില്ല, ഉപ്പ് സ്വന്തമായിട്ട് നമ്മൾ ഇറക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിടത്തുനിന്ന് ഗാന്ധിജി എന്താണ് ആ ഒരു നിയമം എന്താണ് കടപ്പുറത്തുനിന്ന് ഒരു പിടി ഉപ്പ് വാരിക്കൊണ്ട് എന്താണ് ആ ഒരു നിയമം തെറ്റിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. നോക്കിക്കേ, ഈ ഒരു ഗാന്ധിജിയുടെ കൂടെ എന്താണ് സഹായിയായിട്ട്, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ അനുയായിയായിട്ട് നമ്മുടെ കേരളത്തിലും എന്തായിരുന്നു ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആളുകളാണ് മക്കളെ ശ്രീകൃഷ്ണ നായർ, അതേപോലെ ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ് പൊതുവാളൊക്കെ എന്താണ് നമ്മുടെ ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു മൂവ്മെന്റ് എന്താ ഒരു ഗുജറാത്ത് എന്ന് പറഞ്ഞ ഒരു പ്രദേശത്തോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്തോ ഒതുങ്ങി നിൽക്കുന്ന മൂവ്മെന്റ് അല്ല. ഒരുപാട് മേഖലകളിലേക്ക് ഈ ഒരു സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലേക്ക് എന്താ ഒരു ആളെ പടരാൻ തുടങ്ങി. നമ്മൾ പറയില്ലേ ചെറിയൊരു തിരി അവിടെ ഒരു തീപ്പൊരി കാണിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം കത്തിയമരുക എന്ന് പറയില്ലേ, അതേ രീതിയിൽ. അപ്പോൾ ഒരു നുള്ളു ഉപ്പ് കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം മക്കളെ മനസ്സിലാലോചിച്ചാൽ മതി. ഒരു നുള്ളു ഉപ്പ് കൊണ്ടാണ് എന്താ ഗാന്ധിജി നമ്മുടെ ഇന്ത്യ ഒന്നാകെ എന്താണ് ഈ ഒരു സത്യാഗ്രഹം എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മൂവ്മെന്റ് നോർത്തേൺ റീജിയൻസിലൊക്കെ എന്താ എത്താൻ തുടങ്ങി, നോർത്ത് നിന്ന് വെസ്റ്റേണിലേക്കൊക്കെ എത്താൻ തുടങ്ങി. വെസ്റ്റേൺ റീജിയനിൽ മക്കളെ ഈ ഒരു മൂവ്മെന്റ് എന്താണ് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആയിരുന്നു. അദ്ദേഹം അതിർത്തി ഗാന്ധി എന്ന പേരിലും അറിയപ്പെട്ടു കേട്ടോ. സോ ആ ഒരു ഭാഗങ്ങളിലെ വെസ്റ്റേൺ റീജിയനിലൊക്കെ എന്തായിരുന്നു അദ്ദേഹമാണ് ആളുകളിലേക്ക് ഈ ഒരു മൂവ്മെന്റും കാര്യങ്ങളും എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ എന്താ ഈ ഒരു സോൾട്ട് സത്യാഗ്രഹമായിട്ട്, ഉപ്പ് സത്യാഗ്രഹമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നും കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മളെ കെ മാധവൻ നായർ, ഈ മൊയ്തു മൗലവി ഒക്കെ എന്താ നമ്മുടെ കേരളത്തിൽ നിന്ന് ആളുകളായിരുന്നു. അവരും എന്തിന്റെ ഭാഗമായിട്ട്, ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയും അവരോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യുന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിലും ഉപ്പ് സത്യാഗ്രഹം നടന്നിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റേഴ്സ് ആയിട്ടുണ്ടായിരുന്നത് നമ്മുടെ കോഴിക്കോടും അതേപോലെ തന്നെ കണ്ണൂരിലെ പയ്യന്നൂരും ആയിരുന്നു ഫേമസ് ആയിട്ടുള്ള എന്തിൻ്റെ സെൻറ്റർ എന്നാണ് പറയുന്നത്, നമ്മുടെ ഈ ഒരു സോൾട്ട് സത്യാഗ്രഹമായി ബന്ധപ്പെട്ട സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ മക്കളെ ശ്രദ്ധിച്ച് ഈ ഒരു നമ്മുടെ പയ്യന്നൂരിൽ ഈ ഒരു ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ലീഡറായിട്ട് നേതൃത്വം വഹിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ കെ കേളപ്പനായിരുന്നു. അതേപോലെ തന്നെ കോഴിക്കോട് ഇതിന്റെ നേതൃത്വം വഹിച്ചിട്ടുണ്ട്. ഉപ്പ് സത്യാഗ്രഹം ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് അബ്ദുറഹ്മാനും അതേപോലെ തന്നെ പി കൃഷ്ണപിള്ളയും ആയിരുന്നു. ഇവരുടെ നേതൃത്വത്തിലാണ് എന്താ നമ്മുടെ കോഴിക്കോടും അതേപോലെ തന്നെ കേരളത്തിലും എല്ലാം എന്താണ് നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഗാന്ധിജി സ്റ്റാർട്ട് ചെയ്ത മൂവ്മെന്റ് അദ്ദേഹത്തോടു കൂടെ എന്താ അവസാനിക്കല്ല ചെയ്യുന്നത്, ഒരുപാട് ആളുകളിലേക്ക് എന്താണ് ഈ ഒരു മൂവ്മെന്റ് എത്തുകയും അത് എന്താ കേരളവും ഇന്ത്യ മൊത്തം എന്താ വ്യാപിക്കുന്ന ഒരു രീതിയിലായി മാറിയിട്ടുണ്ട് അല്ലേ. അപ്പൊ മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു നുള്ളു ഉപ്പ് എന്താ എത്രത്തോളം ഒരു സാമ്രാജ്യത്തെ പിടിച്ചു കുലുക്കിയെന്ന് മനസ്സിലായില്ലേ. ഇതിനെ തുടർന്നാണ് എന്താ നമുക്ക് 1930 ആകുമ്പോഴാണ് ഇത് നടന്നത്. ഇതിനെ തുടർന്ന് നമുക്ക് ഒരുപാട് സത്യാഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഗാന്ധിജിയുടെ ഭാഗത്തു നിന്ന് വരികയും അദ്ദേഹം മാത്രമല്ല ഒരുപാട് വ്യക്തികൾ ഒരുപാട് എഫേർട്ട് എടുത്തതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം നമ്മുടെ സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യുന്ന സമയത്ത് മക്കളൊന്ന് ചിന്തിക്കുക, ഒരുപാട് പേരുടെ രക്തം ചിന്തിയിട്ടാണ് ആ ഒരു രീതിയിലാണ് നമുക്ക് എന്താ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളതെന്ന് ഒന്ന് ആലോചിക്കുക കേട്ടോ. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളും ഒരുപാട് ആളുകൾ എഫേർട്ടും കാര്യങ്ങളും എടുത്തതിന്റെ ഫലമായിട്ടാണ് മക്കളെ ഇന്ന് നമ്മൾ എന്താ
എന്താ എൻജോയ് ചെയ്ത ഫ്രീഡം നമുക്ക് ലഭിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹത്തിനെ കുറിച്ചിട്ടും സിവിൽ ഡിസൊബീഡിയൻസിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലായില്ലേ? അപ്പം അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു കാര്യമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ ദാറ്റ്സ് ഓൾ അവർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് അസ്.